ട്രംപിനൊരു കൊതിക്കറിവുണ്ട്. ആ കൊതിക്കറിവ് പുറത്തു വന്നു. കാരണം ഈ നൊബേൽ പ്രൈസ് കിട്ടിയ മരിയ കൊറിന മച്ചാഡോ അവര് പറഞ്ഞു, ഇത് ഞാൻ അവർ നൽകിയിട്ടുള്ള, അതായത് അമേരിക്ക നൽകിയിട്ടുള്ള പിന്തുണയ്ക്കും ഒക്കെ ആയിട്ട് ട്രംപിന് കൂടി ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു, അവരെന്നെ വിളിച്ചു, എനിക്കത് തരാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, നമ്മൾ പറയും പ്രായമാകും തോറും കുട്ടികളുടെ പോലെയാണ് എന്നുള്ളത്. ആ കുട്ടികൾക്കുള്ള ഒരു കൊതിക്കറിവുണ്ടല്ലോ, അത് സത്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ അതിന്റെ വിവരങ്ങളൊക്കെ? ട്രംപിന്റെ കൊതിക്കറിവ് മാത്രമല്ല പുറത്തു വന്നിരിക്കുന്നത്, നോബൽ സമ്മാന വേദിയിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടതിന് തുല്യമാണ് ഇപ്പോൾ. ആ പുരസ്കാരത്തിന്റെ എല്ലാവിധ അന്തസ്സും അതിന്റെ ഭംഗിയും അതിന്റെ സ്വദേശപരമായ വിശ്വോത്തരമായ അതിൻ്റെ ഒരു നിലവാരവും ഒക്കെ രാഷ്ട്രീയപരമായിട്ട് അതിൻ്റെ മുകളിൽ ഒരുതരം നിഗൂഢത കൊണ്ടുവന്ന് ചൂഴ്ന്നു നിർത്തിക്കൊണ്ട് വൈറ്റ് ഹൗസ് അതിനെ വളരെ വികലമാക്കി കളഞ്ഞിരിക്കുന്നു എന്നാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പറയുന്ന മരിയ കോറിനോയ്ക്ക് കിട്ടിയ ആ അവാർഡ്, വെനസ്വേലൻ പ്രവർത്തകർക്ക്, പ്രമുഖ ഇടതുപക്ഷ തീപ്പൊരിക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അവർക്ക് ലഭിച്ച ആ അവാർഡിന് ഒരു ശോഭയും കുറയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ശോഭയും കെട്ടുപോയത് റൊണാൾഡ് ട്രംപിന് തന്നെയാണ്, വൈറ്റ് ഹൗസിന് തന്നെയാണ്. കാര്യം വൈറ്റ് ഹൗസ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, നോർവീജിയൻ നോബൽ സമ്മാന കമ്മിറ്റിയുടെ നടപടിയെ നയതന്ത്രമില്ലാത്ത രാഷ്ട്രീയ സ്വാധീനമുള്ളത് എന്നാണ്. ഒട്ടും നയതന്ത്രമില്ലാത്ത രാഷ്ട്രീയ സ്വാധീനം, രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അവാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സമാധാനത്തിന് മുകളിൽ രാഷ്ട്രീയം വെച്ചുകൊണ്ട് കളിക്കുന്ന രൂക്ഷ വിമർശനം ഉയർത്തുന്ന നോക്കൂ, വൈറ്റ് ഹൗസിലെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ സ്റ്റീവ് ചൂങ് ആണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വികലമായിട്ടുള്ള അതിനെ തനിക്ക് കിട്ടാത്തതൊക്കെ ഇങ്ങനെയാണെന്ന് പറയുക, അല്ലെങ്കിൽ അതിനെ സംശയത്തോടെ കാണുക. എൻ്റെ തലയിൽ പപ്പുണ്ടെന്ന് പിന്നെ കട്ടവൻ പറയുന്ന പോലെയാണ്, എൻ്റെ തലയിൽ പപ്പില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇത് പിന്നെ വലിയ ഒരു തരത്തിലുള്ള അവഹേളനം ആണ് എന്ന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആഗോള മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ തന്നെ നോക്കിയാൽ അറിയാം. ഗാർഡിയൻ പറയുന്നു, ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു, NDTV പറയുന്നു, റോയിറ്റേഴ്സ്, എല്ലാവരും പറയുന്നു. അവരതിനെ വിമർശിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വൈറ്റ് ഹൗസ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, ദ നോബൽ കമ്മിറ്റി proved they place politics over peace എന്നാണ്. അതെടുത്ത് പറഞ്ഞിരിക്കുന്ന പത്രങ്ങളെല്ലാം, അതൊന്നും വേണ്ട. ഇന്ത്യയിലെ പ്രമുഖ പത്രമായ ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ കാര്യം, താങ്ക് ഗോഡ് ഇറ്റ്സ് നോട്ട് ട്രംപ് എന്നാണ്. നമ്മുടെ പ്രമുഖ മാധ്യമം പറഞ്ഞിരിക്കുന്നത്, ലോകം മുഴുവൻ പറയുന്നത് താങ്ക് ഗോഡ് ഇറ്റ്സ് നോട്ട് ട്രംപ് തന്നെയാണ്. ദൈവമേ, അത് ട്രംപ് ആയിരുന്നെങ്കിലോ എന്തായിരിക്കും പറയാ? ഈ ഒരു പ്രൈസിന്റെ മാനം തന്നെ ഇല്ലാണ്ടായി പോയില്ലേ? അതിന് എന്തെങ്കിലും ഒരു വില പിന്നീട് ആരെങ്കിലും കൽപ്പിക്കുമോ? അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഇത് കാശ് കൊടുത്തിട്ടോ പൊളിറ്റിക്കലി പ്രേരിതമായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ കാണുന്ന പ്രഷർ. ഇപ്പൊ ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് പ്രചരിക്കാൻ എന്താ തോന്നുന്നത്? അല്ല, നമ്മുടെ നിലപാട് കൃത്യമായിരുന്നല്ലോ. ഇനി നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും കാര്യത്തിൽ ഇതിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടാകുമോ? ഇപ്പൊ ഇന്ത്യക്ക് ഒരു വിലയുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ ജിയോ പൊളിറ്റിക്സിലൊക്കെ ഇന്ത്യക്ക് ഒരു വലിയ വിലയുണ്ട്. ഇന്ത്യ പറയുന്നത് കേൾക്കാൻ എല്ലാവരും സാഗൂതം നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് അറിയാമായിരുന്നു ഇത് ട്രംപിനുള്ളതല്ല. അതെ, ഇത് ട്രംപിനുള്ളതല്ലെന്ന് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവിടെ അത് ഇന്ത്യയെ കൊണ്ട് പറയിപ്പിക്കുകയല്ല, ഇന്ത്യ നിശബ്ദമായി, ആ മൗനത്തിന് വലിയ വിലയുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യ പറഞ്ഞാൽ അത് കൊടുക്കുന്ന ഒരു സമാധാന കമ്മിറ്റിയാണോ? ഒരിക്കലുമില്ല. അത് ഇന്ത്യ പറഞ്ഞാലല്ല, പക്ഷെ അത് ഇന്ത്യയുടെ വില കളയുന്ന ഒരു പരിപാടിയായി പോയി. പറഞ്ഞേയില്ല, അത് പറയേണ്ടതില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്ര ശ്രദ്ധേയമാകുന്നത് എന്ന് നോക്കിയാൽ, ഒരു ആഗോള പുരസ്കാരത്തെ ഒരു ഭരണകൂടം പരസ്യമായി വിമർശിക്കുന്നത് അത്യപൂർവമായൊരു സംഭവമാണ്. ഈ വിഷയം വൻ ശ്രദ്ധ നേടാൻ കാരണമായ പ്രധാനപ്പെട്ട ഘടകവും ഇത് തന്നെയാണ്. എന്തായാലും ലോകത്ത് ഇന്ന് വരെയും ഈ സമാധാനത്തിനുള്ള പുരസ്കാരങ്ങളെ കുറിച്ച് ഇന്ന് വരെയും ചർച്ച ചെയ്യപ്പെടാത്ത അത്രയും വലിയ രീതിയിൽ ആണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിന് ഇത്രയും വലിയ വിലയുണ്ടെന്ന് നമുക്കിപ്പോൾ ഈ പുരസ്കാരത്തിന്, ഈ സമ്മാനത്തിന് അത്രയും വലിയ വിലയുണ്ടെന്ന് നമുക്ക് തോന്നി തുടങ്ങി. അതായത് ഈ ട്രംപ് എന്ത് ചെയ്തു? ട്രംപിന് ഇത് വേണം,
അതെ. ട്രംപിനെ ഇത് കിട്ടണം. നമ്മൾ കുട്ടികൾ ഷോപ്പിൽ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് ആഗ്രഹിച്ച് നമ്മളോട് വാശി പിടിക്കുന്നത് പോലെ അതായത് സർവാധിപതികളായിട്ടുള്ള അമേരിക്ക, ആ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ട്രംപ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആ ഒരു പദവിയെ കൂടി, ആ ഒരു പ്രസിഡന്റ് കസേരയുടെ മഹിമയെ കൂടി ഇല്ലാതെയാക്കുന്ന തരത്തിലേക്ക് ആ ഒരു പദവിയെ വലിച്ചിഴച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇത്തരം വിമർശനങ്ങളൊന്നും ആദ്യമായിട്ടല്ല കേട്ടോ. ഇപ്പം ദലൈലാമയ്ക്ക് നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുമ്പോൾ ചൈന പ്രതിഷേധിച്ചു. അത് കിട്ടിയതിന് ശേഷമാണ്, കിട്ടുന്നതിന് മുമ്പല്ല. ഇത് കിട്ടുന്നതിന് മുമ്പ് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചു. കിട്ടിയതിന് ശേഷം എന്തിനാണ് ഇവിടെ പ്രതിഷേധം, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ചൈന പ്രതിഷേധിച്ചത്. വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. ഇത് പക്ഷെ അത് പിന്നെയും മാന്യതയുണ്ട് എന്ന് തോന്നുന്നു. ഇത് നമ്മള് ലോകത്തിന് മുമ്പിൽ നമ്മളെ തുറന്നു കാട്ടപ്പെടുകയല്ലേ. നമ്മളൊരു കാര്യം പബ്ലിക്കായിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എന്ന് പറയുന്നത് ഓക്കെ, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് നിഷേധിക്കുകയാണ്. പക്ഷേ ഇത് വേണം. ഇതിന് വേണ്ടിയിട്ട് ഒന്നിലധികം, അതായത് 7ഓളം യുദ്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യനാണ് ട്രംപ്. ആ ട്രംപിന് ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ അറിയുന്ന കേൾക്കുന്ന ഏതൊരു കൊച്ചു കുട്ടികളും ആയാലും പറയില്ലേ, ദൈവമേ ഈ മനുഷ്യന് എന്തിനാണ് ഇത് കൊടുക്കുന്നത്, ഇയാൾ ഇത്രത്തോളം ലോകത്ത് തല്ലുപിടുത്തം ഉണ്ടാക്കുകയും കത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതിൽ നിന്ന് സ്വന്തം ബിസിനസ് ലാഭം കൊയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണോ വേണ്ടത് ഈ ഒരു പുരസ്കാരം നൽകേണ്ടത് എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന കമ്മിറ്റി അതിന്റെ ഒരു മഹിമയെ നിലനിർത്തിക്കൊണ്ട് പുരസ്കാരത്തിന്റെ വിശ്വാസ്യത കളയാതെ അത് തീർച്ചയായും അതെ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ സമ്മാനത്തെ കുറിച്ചുള്ള വിമർശനം തന്നെ നോബൽ പുരസ്കാരത്തിന്റെ ആധികാരികത പക്ഷെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ആധികാരികതയെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അതിന് സംശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ ട്രംപിന്റെയും വൈറ്റ് ഹൗസിന്റെയും ഈ പ്രസ്താവന വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ട്രംപിന്റെ ഈ സമാധാന നയം തന്നെ നോക്കൂ. തൻ്റെ ഇടപെടലുകൾ പലപ്പോഴും ശാന്തി സാധ്യതകൾക്ക് വേണ്ടിയായിരുന്നു എന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു അത്രേ. ഈ നയങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ലോകം ഇപ്പോൾ വിലയിരുത്തിയതും വിലയിരുത്തുന്നതും. ഈ സമാധാനം എന്ന് പറയുമ്പോഴേ, ഞാൻ ചർച്ച നടത്തി, ഇനി അവിടെ വെടിനിർത്തലാണ് എന്ന് പറഞ്ഞ് ട്രംപ് വായില് നാക്കെടുത്തിടുമ്പോഴേക്കും ആ സ്ഥലങ്ങളിലെല്ലാം വെടി തുടർന്നുകൊണ്ടേയിരുന്ന ഒരു സാഹചര്യം ലോകം കാണുന്നുണ്ട്. അപ്പൊ ആ ലോകം കാണുന്നിടത്ത് വന്നല്ലോ ട്രംപ് ഇതൊക്കെ പറയുമ്പോൾ ട്രംപിന്റെ ചില ചേഷ്ടകൾ കണ്ടിട്ടില്ലേ, പുറത്ത് കയറിയുന്നുണ്ട്, മാധ്യമങ്ങളെ നോക്കി പല ചേഷ്ടകളൊക്കെ കാണിച്ച ഒരു വിദ്വാനാണ് ഈ ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ്. അപ്പോൾ ഇത് ലോകം വിലയിരുത്തുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ ഇതൊന്നും കാര്യങ്ങൾ വെടിപ്പല്ല എന്ന് മനസ്സിലാക്കാനൊക്കെ എന്തായാലും ലോകത്തിന് കഴിയും. എന്തായാലും പ്രജിത നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ലോകം ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളൊന്ന് ജീവിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത്, ഒരു കഴിഞ്ഞ വർഷത്തെ ഈ നോബൽ സമ്മാനത്തെ കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്തോ? ഇല്ലേ? എത്ര പെട്ടെന്നാണ് ഈ ജിയോ പൊളിറ്റിക്സിലെ മാറ്റം. അത് മാത്രമല്ല നമ്മളിങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം എന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു വില, ഈ ഒരു വിഷയത്തിന്റെ വില, ആ ഒരു സമ്മാനത്തിന്റെ വില, രാഷ്ട്രീയ സമ്മർദ്ദവും മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ ഖനിക്കപ്പെടുകയാണ്. സമ്മർദ്ദമെന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം എവിടെ പോയി നിൽക്കുന്ന ഒരു ആഗോളം അവാർഡ് പ്രഖ്യാപനത്തിൽ സർക്കാർ എങ്ങനെ വിമർശിക്കുന്നു എന്നത് പ്രസ് സ്വാതന്ത്ര്യത്തെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ കുറിച്ചുള്ള ചർച്ചകളെ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം ഇത്ര ഒരു ഡിസ്കഷനിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇത് കിട്ടിയില്ല, കിട്ടിയില്ല, അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നു, അദ്ദേഹത്തിന് അത് കിട്ടിയില്ല, അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ട്, വൈറ്റ് ഹൗസ് അതിനെതിരായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്, അത് സമാധാനത്തിന്റെ മുകളിൽ രാഷ്ട്രീയം കളിച്ചു കമ്മിറ്റി എന്ന് ആക്ഷേപിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചർച്ചകൾ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൊണ്ടുവരാൻ ഈ ചർച്ചകൾക്ക് കഴിഞ്ഞു എന്നിടത്ത് ട്രംപിന് സമാധാനത്തിനുള്ള സമ്മാനം കൊടുത്തില്ലെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനം തീർച്ചയായും കൊടുക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.